Hi friends, welcome to Pratap G Tech. നമ്മുടെ ഇന്നത്തെ വീഡിയോ Realme X2 എന്ന ഫോണിന്റെ അൺബോക്സിംഗ് ആൻഡ് ഓവർവ്യൂ ആണ്. ഓൾറെഡി ഫോൺ ഇറങ്ങിയിട്ട് കുറേ ദിവസമായി നമ്മൾ ഫസ്റ്റ് സെയിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കിന്ന് കിട്ടിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ റീറ്റെയിൽ യൂണിറ്റ് ആണ്. നമുക്ക് ഇതിന്റെ ഓവർവ്യൂ നടത്താം. ബാക്കിയുള്ള ഗെയിമിംഗ് റിവ്യൂ, ക്യാമറ ടെസ്റ്റ്, ചാർജിംഗ് ടെസ്റ്റ് ഒക്കെ വരും ദിവസങ്ങളിൽ നമ്മൾ നടത്തും. അതിന്റെ വീഡിയോസ് ഒക്കെ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യും. അപ്പോൾ നമുക്ക് അതിൻ്റെയൊക്കെ ഒരു നിലവാരം എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ അൺബോക്സിംഗ് ആൻഡ് ഓവർവ്യൂ ആണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നല്ല വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിംഗിലേക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ Realme X2ൻ്റെ ബോക്സ്. നമുക്ക് കാണാം സാധാരണ യൂഷ്വൽ ആയിട്ടുള്ള Realme ബോക്സ്, അല്ലെങ്കിൽ സാധാരണ ഒരു ബോക്സ് തന്നെ. പ്രത്യേകിച്ച് വലിയ അട്രാക്റ്റീവായ ഡിസൈനും കാര്യങ്ങളൊന്നും പറയാനില്ല. 64 മെഗാ പിക്സൽ പെർഫോമൻസ് എക്സ്പെർട്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നിങ്ങളാവട്ടെ, നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മൾ Realme X2 ബോക്സ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അകത്ത് മറ്റൊരു ചെറിയ ബോക്സാണ് നമ്മൾ ആദ്യം തന്നെ കാണുന്നത്. ഇതിനകത്ത് യൂഷ്വലായിട്ട് കേസും ഡോക്യുമെൻറ്റേഷനും തന്നെയാണ് ഉണ്ടാവുക. നമുക്കിവിടെ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ കേസ് വരുന്നത്. ട്രാൻസ്പെറൻറ്റ് കേസാണ്. സ്ട്രോങ് ആയ ഒരു കേസാണ് കേട്ടോ. Realme എല്ലായ്പ്പോഴും നല്ല സ്ട്രോങ് ആയ കേസും കാര്യങ്ങളാണ് തരാറുള്ളത്. ഇവിടെയും സ്ട്രോങ് ആയ കേസ് തന്നെയാണ്. ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കാം. ഇതാണ് നമ്മുടെ Realme X2 ഫോണ് നമുക്ക് കാണാം. പക്ഷേ അതിന് മുമ്പ് നമുക്ക് ബോക്സിനകത്ത് വരുന്ന മറ്റ് എന്തൊക്കെയാണ് ഐറ്റംസ് എന്നുള്ളതൊന്ന് പരിശോധിച്ചിട്ട് തിരിച്ച് ഫോണിലേക്ക് വരാം. ബോക്സ് ചാർജർ നമുക്കിവിടെ കാണാം. 5 വോട്ട് 6 ആകുമ്പോൾ 30 വാട്ട് ഫാസ്റ്റ് ചാർജറാണ് നമുക്ക് ഇതിൻ്റെ ഒപ്പം കിട്ടുന്നത്. അപ്പോൾ ഫാസ്റ്റ് ചാർജർ 30 വാട്ട് ഫാസ്റ്റ് ചാർജർ ബോക്സിനകത്ത് നമുക്ക് അവൈലബിൾ ആണ്. കേബിളിലേക്ക് വന്നാൽ ടൈപ്പ് സി കേബിളാണ്. ബോക്സ് ചാർജറിൻ്റെ ഒപ്പം ടൈപ്പ് സി നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലേറ്റസ്റ്റ് ആയ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഒപ്പം വരുന്നുണ്ട്. സിം ഇജക്ടർ ടൂളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ അത്രയുമാണ്. ഇയർഫോണും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത് നമുക്ക് നേരെ ഫോണിലേക്ക് വരാം. ഫോണിലേക്ക് വരുമ്പോൾ നമ്മൾ Realme X2 നിങ്ങൾക്കിവിടെ കാണാം. ഇതാണ് Realme X2ൻ്റെ ഒരു ഡിസൈൻ. നല്ല സ്റ്റൈലിഷായ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല ഇംപ്രസീവ് ആയ ഒരു ലുക്കായിട്ട് തന്നെയാണ് തോന്നുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു ഗ്രീൻ കളറാണ് തോന്നുന്നത്. മുമ്പ് നമ്മൾ Realme XT ഇതേ മോഡൽ തന്നെയാണ്, പറയാൻ വ്യത്യാസമൊന്നുമില്ല. വൈറ്റ് കണ്ടുണ്ടായിരുന്നു. വൈറ്റിനേക്കാൾ കുറേ കൂടി അട്രാക്റ്റീവ് ആയ ഒരു ഡിസൈനായിട്ട് നമുക്ക് ഈ ഗ്രീൻ തോന്നുന്നുണ്ട്. നല്ല സ്റ്റൈലിഷ് ആയ ഒരു ഡിസൈനായിട്ടാണ് എനിക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നുന്നത്. Gorilla Glass 5ൻ്റെ പ്രൊട്ടക്ഷൻ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഉണ്ട്. ബാക്ക് ഗ്ലാസ് ഡിസൈനാണ്. അപ്പോൾ ആ ഗ്ലാസ് ഡിസൈൻ Gorilla Glass 5ൻ്റെ പ്രൊട്ടക്ഷനോട് കൂടിയാണ്. അത് നല്ല സ്റ്റൈലായിട്ട് കൊടുത്തിട്ടുണ്ട്. 4 ക്യാമറകളുടെ സൈഡിൽ കാണാം. മെയിൻ ക്യാമറ 64 മെഗാ പിക്സലിൻ്റെ സാംസങ് GW1 സെൻസറാണ്. 8 മെഗാ പിക്സൽ വൈഡ് ആംഗിൾ ക്യാമറ കടങ്ങുന്നതാണ് ഇതിൻ്റെ സെറ്റപ്പ്. 2 മെഗാ പിക്സൽ മാക്രോ ക്യാമറയും 2 മെഗാ പിക്സൽ ഡെപ്ത് സെൻസറും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ ടോപ്പ് സൈഡിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ മാത്രമാണ് നമുക്ക് ടോപ്പ് സൈഡിൽ കാണാൻ സാധിക്കുന്നത്. റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പവർ ബട്ടൺ ആണ്. ചെറിയൊരു കളർ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് അവിടെ. എങ്കിലും അവിടെ പവർ ബട്ടൺ മാത്രമാണ്. വോളിയം റോക്കേഴ്സ് ഈ ഭാഗത്തല്ല. നമുക്ക് ലെഫ്റ്റ് സൈഡിലാണ് വോളിയം റോക്കേഴ്സ് വരുന്നത്. ഇവിടെ പവർ ബട്ടൺ മാത്രമാണുള്ളത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ 3.5mm ഹെഡ്ഫോൺ ജാക്ക്, മെയിൻ മൈക്രോഫോൺ, ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ ഗ്രില്ല്, ഇത്രയും കാര്യങ്ങളാണ് താഴെ വരുന്നത്. ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ വോളിയം റോക്കേഴ്സും അതേപോലെ സിം ട്രേയും നമുക്ക് കാണാം. സിം ട്രേയുടെ കോൺഫിഗറേഷൻ നമുക്കൊന്ന് പരിശോധിക്കാം. നിങ്ങളിവിടെ കാണുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് ഈ ഒരു ഫോണിൽ നമുക്ക് അവൈലബിൾ ആവുന്നത്. 2 സിമ്മും മെമ്മറി കാർഡും ഒരേ സമയം യൂസ് ചെയ്യാം. അപ്പോൾ ട്രിപ്പിൾ കാർഡ് ഓപ്ഷനാണ് നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നത്. ഫ്രണ്ടിൽ നമുക്ക് AMOLED ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ടോപ്പിലെ ആ നോച്ചിനകത്താണ് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ എന്ന രീതിയിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻ ഞാനൊന്ന് പറയാം. അതിനിടയ്ക്ക് ഈ ഫോൺ ഞാനൊന്ന് സെറ്റപ്പ് ചെയ്തെടുക്കുകയും ചെയ്യാം. അതിനുശേഷം നമുക്ക് ഓൺ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഇതിൻ്റെ വിശദമായ കാര്യങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കാം. അപ്പോൾ നമ്മുടെ Realme X2ൻ്റെ പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻ നോക്കിയാൽ 6.4 ഇഞ്ച് വരുന്ന ഡ്യൂ ഡ്രോപ്പ് ഡിസ്പ്ലേ ആണ്. സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്. Gorilla Glass 5ൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. സ്നാപ്ഡ്രാഗൺ 730G ആണ് പ്രോസസർ. 2.2 GHz ക്ലോക്ക് സ്പീഡിലാണ് വർക്ക് ചെയ്യുന്നത്. 6GB റാം, 4GB റാം, 8GB റാം, ഇങ്ങനെ 3 ഓപ്ഷൻ ഉണ്ട്. സ്റ്റോറേജ് 64GBയും 128GBയും വരുന്നുണ്ട്. ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്. ക്യാമറ 64 മെഗാ പിക്സൽ സാംസങ് GW1 സെൻസർ, 8 മെഗാ പിക്സൽ വൈഡ് ആംഗിൾ, 2 മെഗാ പിക്സൽ ഡെപ്ത് സെൻസർ, അതേപോലെ 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ലെൻസും വരുന്നുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ്. 4000 mAh ബാറ്ററി ഉണ്ട്. ബോക്സ് ചാർജ് 4 ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. 5 വോട്ട് 6 ആമ്പാണ്. പ്രൈസ് 4GB റാം 64GBക്ക് 17,000, 6GB റാം 128GB സ്റ്റോറേജിന് 19,000 രൂപയും വരുന്നുണ്ട്. 8GB റാം 128GB സ്റ്റോറേജിന് 20,000 രൂപയും വരുന്നുണ്ട്. അതിൽ 6GB റാം 128GB സ്റ്റോറേജാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഫോൺ. അപ്പോൾ നമ്മൾ ഫോൺ സെറ്റപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് പരിശോധിക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മളിവിടെ കാണാൻ പോകുന്നത് ഫേസ് അൺലോക്കിൻ്റെ ഒരു പെർഫോമൻസ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. പവർ ബട്ടണിൽ പ്രസ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ അറ്റ് എ മൊമെൻറ്റ് തന്നെ ഓണായി വരുന്നുണ്ട്. യാതൊരു ഇഷ്യൂസും ഇല്ല. വളരെ ഫാസ്റ്റായ ഒരു ഫേസ് അൺലോക്ക് സംവിധാനമാണ് ഈ ഒരു ഫോണിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഫിംഗർ പ്രിന്റ് സെൻസറിൻ്റെ ഒരു പെർഫോമൻസ് ഒന്ന് നോക്കാം. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറാണ് ഈ ഒരു ഫോണിലുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പെർഫോമൻസ് ആണ് നിങ്ങൾ കാണുന്നത്. വിരൽ വെക്കുന്ന മാത്രമേ തന്നെ വളരെ ഫാസ്റ്റായിട്ട് നമുക്കിത് ഓപ്പൺ ആയി വരുന്നുണ്ട്. അപ്പോൾ ഫിംഗർ പ്രിന്റ് സെൻസർ, ഫേസ് അൺലോക്ക് മുതലായ സംഭവങ്ങളൊക്കെ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. യാതൊരുവിധ ലാഗോ കാര്യങ്ങളോ ആ ഭാഗത്തൊന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ കാണുന്ന ഈ ഒരു UI എന്ന് പറയുന്നത് കളർ വോയിസ് ആണ്.
അപ്പോൾ ഇത് പുതിയ കളർ വോയ്സിൻ്റെ പുതിയ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല, പഴയ കളർ വോയ്സ് തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന പോലെ തന്നെ. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട എബൌട്ട് സെക്ഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് Realme X2, അതുപോലെ സ്നാപ്ഡ്രാഗൺ 730G, ആൻഡ്രോയിഡ് 9 ബേസ്ഡ് ആണ്, 128 GB സ്റ്റോറേജാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ആ ഒരു 113 GB നമുക്ക് ഇതിനകത്ത് ഫ്രീ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് വരുന്നു. ഒക്ടോബറാണ് സെക്യൂരിറ്റി പാച്ച് ലെവൽ കിടക്കുന്നത്. അപ്പോൾ അത് ഇത്തിരി ഡിസപ്പോയിൻറ്റിംഗ് ആണ്. കുറച്ച് ലേറ്റസ്റ്റ് ആയ ഒരു സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റിംഗ് കാര്യങ്ങളൊക്കെ വേണ്ടതായിരുന്നു. ഇനി നമുക്കിതിൽ മറ്റ് ബ്ലൂടൂത്ത് വയേഴ്സും കാര്യങ്ങളൊക്കെ എന്തോരം ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം ധാരാളം ബ്ലൂടൂത്ത് വയേഴ്സും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് തന്നെയാണ് വരുന്നത്. പക്ഷേ അതിൽ പലതും നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ സാധിക്കുന്ന ഒരവസ്ഥ തന്നെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടാത്തതൊക്കെ കുറേയൊക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ബ്ലൂടൂത്ത് വയേഴ്സിൻ്റെയൊക്കെ ഒരു നിലവാരം എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ സാർ വാല്യൂവും കാര്യങ്ങളൊന്ന് പരിശോധിക്കാം. സാർ വാല്യൂക്ക് വരുമ്പോൾ ഹെഡ് സാർ വാല്യൂ 1.160 ആണ്. അതേപോലെ ബോഡി സാർ വാല്യൂ 0.521 ആണ്. അപ്പോൾ തരക്കേടില്ലാത്ത നല്ലൊരു സാർ വാല്യൂ. ലിമിറ്റിനകത്ത് തന്നെയുള്ള സാർ വാല്യൂ 1.6 ആണ് ഇന്ത്യയുടെ സാർ വാല്യൂ ലിമിറ്റ്. ഇവിടെ 1.1 ഉള്ളൂ. അപ്പോൾ ലിമിറ്റിനകത്ത് തന്നെയാണ് സാർ വാല്യൂവും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി നമുക്കിതിൻ്റെ DRM ഇൻഫോ ഒന്ന് പരിശോധിക്കാം. അതായത് വൈഡ് ബൈ L1 സർട്ടിഫൈഡ് ആണോ, നമുക്ക് ആമസോൺ, നെറ്റ്ഫ്ലിക്സ്, പ്രൈം സർവീസുകളിൽ നിന്നൊക്കെ ഫുൾ HD വീഡിയോസ് കാണാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സെക്യൂരിറ്റി ലെവൽ 1 ആണ് കാണുന്നത്. എന്ന് വെച്ചാൽ നമുക്കിതിൽ ആമസോൺ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് പോലെ പ്രൈം സർവീസുകളിൽ നിന്ന് ഫുൾ HD വീഡിയോസ് കാണാൻ സാധിക്കും. ആ ഒരു സർട്ടിഫിക്കേഷൻ ഈ ഒരു ഫോണിന് അവൈലബിൾ ആണ്. ഇനി അതേപോലെ ക്യാമറ ടു API പോലുള്ള ഗൂഗിൾ ക്യാമറ പോലുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഫീച്ചർ എനേബിൾഡ് ആണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ലെവൽ 3 എനേബിൾഡ് ആണ്. അപ്പോൾ നമുക്ക് ഗൂഗിൾ ക്യാമറ പോലുള്ള ആപ്ലിക്കേഷനുകൾ, തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾ ഫുള്ളായിട്ട് തന്നെ ഈ ഫോണിനകത്ത് ഉപയോഗിക്കാം. അത് കംപ്ലീറ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യും. ഇനി നമുക്ക് ഇതിനകത്ത് ഡാർക്ക് മോഡും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണോ എന്ന് നോക്കണം. കാരണം കഴിഞ്ഞ റിയൽമി ഫോണുകൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നത് ഡാർക്ക് മോഡിൻ്റെ കാര്യം ചോദിക്കാറുണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് ഡാർക്ക് മോഡ് അവൈലബിൾ ആണ്, ഇവിടെ കാണാം. അത് എനേബിൾ ചെയ്തുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഡാർക്ക് മോഡ് സെർച്ച് ചെയ്താൽ ഈസി ആയിട്ട് നമുക്ക് ഡാർക്ക് മോഡ് കിട്ടും. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലേക്ക് അതിൻ്റെ UI ഒക്കെ മാറും. അപ്പോൾ ഡാർക്ക് മോഡൊക്കെ അവൈലബിൾ ആണ്. ഇത് AMOLED ഡിസ്പ്ലേ ഉള്ള ഫോണാണ്. അതുകൊണ്ട് തന്നെ ഈ ഡാർക്ക് മോഡ് കൊണ്ട് ഒരു ചെറിയ ബാറ്ററി സേവിംഗ് ഒക്കെ നമുക്ക് പോസിബിൾ ആണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ആ ഡാർക്ക് മോഡും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സിസ്റ്റം വൈഡ് ഡാർക്ക് മോഡ് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇനി നമുക്ക് ക്യാമറ ഇൻ്റർഫേസിലേക്ക് വരാം. ക്യാമറ ഇൻ്റർഫേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന പോലെ തന്നെ ഫോട്ടോ, വീഡിയോ, പോർട്രേറ്റ് അങ്ങനെ വളരെ കുറച്ച് ഓപ്ഷൻസ് മാത്രമാണ് നമുക്ക് ഫ്രണ്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ബാക്കിയുള്ളത് മെനുവിനകത്താണ്. അതിൽ തന്നെ മെയിനായിട്ട് നമുക്കിവിടെ 1x 2x സൂമിൻ്റെ ഓപ്ഷൻ നമുക്ക് കാണാം. 10x വരെ ഇതിൽ സൂമിംഗ് കേപ്പബിലിറ്റി അവൈലബിൾ ആണെന്നാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. 2x 5x അതുവരെയാണ് ഡിജിറ്റൽ സൂം നോർമലായിട്ട്. പക്ഷേ നിങ്ങൾക്ക് 10x വരെ സൂം ചെയ്യാൻ സാധിക്കും. അത് കൈകൊണ്ട് ഡിസ്പ്ലേയിൽ പിഞ്ച് ചെയ്തുകൊണ്ടാണ്, അതായത് ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചുകൊണ്ടാണ് നമ്മളിത് 10x എത്തുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം 10x എന്ന് കാണാം. ടാപ്പ് ചെയ്താൽ വീണ്ടും 1x നോർമലായി വരും. ഇനി നമുക്ക് ഇപ്പുറത്തുള്ള മെനുവിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അൾട്രാ 64 മെഗാ പിക്സലിൻ്റെ ഓപ്ഷൻ ഉണ്ട്. നോർമലി ഇത് 64 അല്ല 16 മെഗാ പിക്സലാണ്. അൾട്രാ 64 വേണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തുകൊണ്ടാണ് ഫോട്ടോ എടുക്കേണ്ടത്. നൈറ്റ് സ്കേപ്പ്, അതേപോലെ പനോരമ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. എക്സ്പോർട്ട്, ടൈം ലാപ്സ്, സ്ലോ മോഷൻ, മാക്രോ, ഏറ്റവും താഴെ മാക്രോ കാണാം. ആ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മാത്രമാണ് മാക്രോ ഷോട്ട്സ് എടുക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ മാക്രോ ഷോട്ട്സ് കിട്ടില്ല. സ്ലോ മോഷൻ്റെ ഓപ്ഷൻസ് കാണാം. 240 ഫ്രെയിം പെർ സെക്കൻഡ്, 120 ഫ്രെയിം പെർ സെക്കൻഡ്, 960 ഫ്രെയിം പെർ സെക്കൻഡ്. അതേപോലെ വീഡിയോ റെസൊല്യൂഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ 4K 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് അവൈലബിൾ. അതേപോലെ ഫുൾ HDയിലേക്ക് വന്നാൽ 60 ഫ്രെയിം പെർ സെക്കൻഡും 30 ഫ്രെയിം പെർ സെക്കൻഡും അവൈലബിൾ ആണ്. അതേപോലെ തന്നെ 720 റെസൊല്യൂഷനിലാണെങ്കിൽ, നിങ്ങൾക്ക് HD റെസൊല്യൂഷനിലാണെങ്കിലും ഈ 60 ഫ്രെയിം പെർ സെക്കൻഡും 30 ഫ്രെയിം പെർ സെക്കൻഡും 30 ഫ്രെയിം പെർ സെക്കൻഡും അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ വീഡിയോ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സെൽഫി ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാവുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ്. വളരെ ക്വാളിറ്റി ഉള്ളൊരു സെൽഫി ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് കുറച്ച് സാമ്പിളുകൾ ഞാൻ കാണിച്ചു തരാം. പ്രത്യേകിച്ച് സെൽഫിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്തായാലും നമുക്കതിൽ കുറച്ച് സാമ്പിളുകൾ ഞാനിവിടെ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളും ഏറെക്കുറെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു സെക്ഷനിൽ നിന്നുകൊണ്ട് എടുത്ത ഒരു സെൽഫിയാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി നമുക്ക് തോന്നുന്നുണ്ട്. സൂം ചെയ്ത് നോക്കുമ്പോൾ നല്ല ഡീറ്റെയിൽസ് ലെവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ബ്യൂട്ടിഫിക്കേഷൻ എനേബിൾഡ് ആണ്. ഇപ്പോൾ ഞാൻ ബ്യൂട്ടിഫിക്കേഷൻ വളരെ കുറച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നല്ലൊരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൂം ചെയ്ത് നോക്കുമ്പോഴും നല്ല ക്ലാരിറ്റിയും ഡീറ്റെയിൽസ് ലെവലൊക്കെ ഉണ്ട്. പോർട്രേറ്റ് മോഡും കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുത്ത് നോക്കാം. പോർട്രേറ്റ് മോഡ് കൊടുക്കുമ്പോൾ ഈ രീതിയിലൊക്കെയാണ് അതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത്. എഡ്ജ് ഡിറ്റക്ഷനൊക്കെ വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പം നല്ലൊരു പോർട്രേറ്റ് മോഡും കാര്യങ്ങളൊക്കെ നോക്കി ഇതിനകത്ത് അവൈലബിൾ ആണ്. കാണാവുന്ന പോലെ തന്നെ നല്ലൊരു ക്വാളിറ്റി, ഒരു ഇനീഷ്യൽ ഇംപ്രഷനാണ്, കൂടുതലൊന്നും പറയാറായിട്ടില്ല. എങ്കിലും ആ ഒരു സിറ്റുവേഷനിലും നല്ലൊരു ക്വാളിറ്റിയുള്ള ഇമേജും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. മെയിൻ ക്യാമറ ഇമേജിലേക്കാണ് വരുന്നത്. നമ്മൾ ഇത്ര നേരം കണ്ടത് സെൽഫി ആയിരുന്നു. മെയിൻ ക്യാമറ ഇമേജും നല്ല ക്വാളിറ്റിയിൽ തന്നെ. ഇത് നോർമൽ 16 മെഗാ പിക്സലിൻ്റെ ഇമേജ് ആണ്, 64 മെഗാ പിക്സൽ അല്ല. എങ്കിലും നല്ലൊരു മികച്ച ക്വാളിറ്റി എന്തായാലും നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഒരു ക്യാമറ സെറ്റപ്പ് ആണ് ഈ ഒരു ഫോണിലുള്ളതെന്ന് നിങ്ങൾക്ക് ഇവിടെ കണ്ട് തന്നെ മനസ്സിലാക്കാം.
ഒന്ന് രണ്ട് ലാൻഡ്സ്കേപ്പ് ഇമേജുകൾ വെറുതെ ഞാൻ ആഡ് ചെയ്തിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഒരു ജസ്റ്റ് സാമ്പിളിന് വേണ്ടി ഒരു ഇനീഷ്യൽ സെറ്റപ്പിൽ മാത്രം എടുത്തിരിക്കുന്ന ഒരു ഇമേജാണ്. കൂടുതൽ വിശദമായിട്ടുള്ള ക്യാമറ റിവ്യൂ ഞാൻ അടുത്ത ദിവസങ്ങളിൽ ചെയ്യും. വിശദമായിട്ട് എല്ലാ തരത്തിലുള്ള മോഡുകളുള്ള ഇമേജുകളും ആഡ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ ചെയ്യും. അപ്പോൾ ആ വീഡിയോ മറക്കാതെ കാണുക. അതിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ താഴെ വേണമെങ്കിൽ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതുവഴി പോയിട്ട് ആ ക്യാമറ റിവ്യൂ ഒന്ന് കണ്ടു നോക്കാം. ഇത് മാക്രോ ഷോട്ടുകളാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടത് ഒരു അൺബോക്സിംഗ് ആൻഡ് ഓവർവ്യൂ ആണ്. എന്തായാലും നല്ല സ്റ്റൈലും ഡിസൈനൊക്കെ ആയിട്ടുണ്ട്. കൂടുതൽ വിശദമായിട്ടുള്ള ഗെയിമിംഗ് റിവ്യൂ ക്യാമറ റിവ്യൂ ഒക്കെ ടെസ്റ്റുകളൊക്കെ നടത്തിയതിന് ശേഷം അതിൻ്റെ വീഡിയോസ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യും. മറക്കാതെ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൊക്കെ ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.